എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞാൽ നമുക്ക് ഇപ്രാവശ്യം ആദ്യത്തെ ചക്ക കിട്ടിയിട്ടുണ്ട്. ചക്കയല്ല കേട്ടോ, ചക്കപ്പുതൽ. അപ്പം അത് വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. നല്ല നീളമുള്ളൊരു ചക്കപ്പുതൽ കിട്ടിയിട്ടുണ്ട്. അടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ, എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാ. അപ്പം ഇത് വെച്ചിട്ട് നമുക്കിന്ന് നല്ലൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചക്ക ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പൊന്ന് നന്നായിട്ട് പിടിക്കണം, എന്നാലേ നമുക്ക് ആ ചക്കപ്പുതലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമല്ലോ. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓരോ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. പച്ച അരിഞ്ഞിട്ട് ഉപ്പേരി ഇടുന്നവരുണ്ടാവും. ഞാൻ ഇങ്ങനെ പുഴുങ്ങിയിട്ടാണ് ചെയ്യൽ. അപ്പോൾ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക അടിപൊളിയാക്കിയിട്ട് വേവിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞളും ഉപ്പെല്ലാം ഇട്ടുകൊണ്ട് പിന്നെ ഇനി ഒരു മഞ്ഞളും ഉപ്പിൻ്റെ ആവശ്യം ഇതിൻ്റെ അകത്തില്ല. ഇതിലേക്ക് വേണ്ടുന്ന ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെയാണ് ചക്കപ്പുതൽ വറക്കുന്നത് കേട്ടോ. ഇനി നമ്മളെ ഉള്ളി, പച്ചമുളക്, കറിവേപ്പിലെല്ലാം കൂടി ഒന്ന് വറക്കണം. ചക്ക ഓൾറെഡി വെന്തതല്ലേ, അപ്പോൾ ഉള്ളി വേവണം, എന്നാലും നമുക്ക് ആ ചക്ക ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ കഴിയും. ഉപ്പ് ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തോണ്ട് ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. ചക്കയിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. മഞ്ഞയും തണുപ്പെല്ലാം പിടിച്ച് ചുമയും ജലദോഷവും ഇതെല്ലാനോ അസ്വസ്ഥതയാണ്. ഇനി ഇതിലേക്ക് നമ്മളെ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങേൻ്റെ ആ ഒരു പച്ചച്ചവപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഒറ്റക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഇതിലേക്ക് ഇനി ഇച്ചിരി പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും. ഇതിൽ പിന്നെ ഉള്ളിയും ഇതുമെല്ലാം വേറെ വേറെ കളറായിപ്പോകും. അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഇതൊക്കെ റെഡിയായി. ആദ്യമായിട്ട് കിട്ടിയൊരു ചക്കപ്പുതലല്ലേ, അപ്പോൾ കളയാൻ പറ്റില്ല. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി എൻ്റെ ഉച്ചക്കത്തെ കഞ്ഞിക്ക് എല്ലാവർക്കും ഇത് കൊടുക്കുകയും ചെയ്യാം. ഞാൻ മാത്രം കഴിക്കണ്ടല്ലോ, അതും ഒരു സന്തോഷം. കഞ്ഞി കുടിക്കാൻ വരുന്നവർക്ക് നമുക്കിത് കൊടുക്കുകയും ചെയ്യാം.
അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് മസാല പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം അടച്ച് വെക്കുകയേ വേണ്ടൂ. ഓൾറെഡി എല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു ഇതിൻ്റെ അകത്ത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ചക്ക വറുത്തത് റെഡിയായി. ലൈറ്റിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് കേട്ടോ മഞ്ഞപ്പൊടി ഇട്ടൊന്നും കാണാത്ത, കുറച്ച് ദൂരെ പിടിച്ചിട്ട് നിങ്ങളിത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ചക്കപ്പൂതൽ വറവ്. വറവ് എന്ന് പറയും, നിങ്ങളവിടെ തോരൻ എന്ന് പറയും, നമ്മളുടെ ചക്കപ്പൂതൽ വറവ് എന്ന് പറയും. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ.